ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഒന്ന് ഒത്തുകൂടാന്നുള്ളത്. കുറച്ച് വർഷമായി നമ്മൾ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്തതിൽ മാത്രമേ ഉണ്ടായുള്ളൂ, നടക്കാനുണ്ടായില്ല. അപ്പോൾ അങ്ങനെ അവസാനം നമ്മളപ്പോൾ കടമക്കുടിയിൽ ഒരു സ്പേസ് എടുത്തിട്ട് അവിടെ കുറച്ച് നേരം കൂടി വർത്താനൊക്കെ പറഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് പിരിയാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. എല്ലാവരും കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് പരിപാടി കൂടാൻ വേണ്ടി മാത്രമായിട്ട്. ചെന്നൈയിൽ നിന്ന് വന്നേക്കണ ആളുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരാളുണ്ട്. അങ്ങനെ പല ഫ്രണ്ട്സുകൾ എല്ലാവരും ഇല്ല, ഒരു 15-16 പേരെ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് കൂടാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ഓരോരുത്തരെ പിക്ക് ചെയ്യണം. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് എന്താണെന്ന് കാണാം. കാരണം വർഷങ്ങളായിട്ട്, അതായത് എസ് എൽ സി വരെ പഠിച്ച ഗ്യാങ്ങാണ് കേട്ടോ. ആ ഫ്രണ്ട്സാണ്, നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ SSLC കഴിച്ചിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ഇതുവരെ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ വല്ലപ്പോഴും കാണുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഡെയിലി കാണുന്നവരും 1-2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ഇതുവരെ കാണാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിൽ വരാൻ പറ്റൂല. അപ്പോൾ ഉള്ളവർ മാക്സിമം എത്താൻ പറ്റണവരൊക്കെ എത്തുന്നുണ്ട്. ഒരു 15-16 പേര് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 2 പേര് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവനാണ് ഇതിൻ്റെ മെയിൻ രൂപേഷ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്. അവനാണ് ഇതിന് വേണ്ടിയിട്ട് സംസാരിച്ച് എല്ലാവരും ഇങ്ങനെ പരിപാടി നടത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നത് രൂപേഷാണ്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ആരും കൊണ്ട് ഇറങ്ങി തിരിക്കണുണ്ടായില്ല. രൂപേഷ് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറേ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. ആദ്യം അവനെ പിക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ അപ്പോഴത്തേക്കും എത്തും. എന്തായാലും നേരം കുറച്ച് വൈകി. നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ കൊണ്ട് പോണ വഴി. രൂപേഷ് റെഡിയാണ്, ആള് വരുന്നുണ്ട്. സാധനത്തിനൊക്കെ ഇപ്പൊ പരിപാടി കൂടാനായിട്ട് ദുബായിന്ന് വന്നേക്കാണ് ആള്. തമിഴ്നാട്ടിൽ നിന്ന് സാധനമുണ്ട്. എന്തൊക്കെയുണ്ട് കൊറേ ആളല്ലേ, നന്നായി പോയല്ല. എത്ര കൊല്ലായിട്ടുണ്ട് എല്ലാരും വരണ്ട് കാണാൻ. പൊളിക്കാൻ നമ്മളിന്ന് സുഖം അൽഹംദുലില്ലാ സെറ്റ്. ഒന്നും നോക്കണ്ട പൊളിക്കാലേ. പിന്നെ അല്ലാണ്ട് കോഴിക്കോടുന്ന് എത്തി. കോഴിക്കോടുന്ന് ഇപ്പൊ 2 ദിവസം ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് തിരക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ആരാണ് ഹീന വന്നോല്ലേ? ഇനിയിപ്പോ ഹീന വരും. ഹീന 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞത്. ഏലൂക്കര ഉണ്ട്. അപ്പൊ അവിടുന്ന് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്രോളൊക്കെ അടിച്ച് നിക്കാം. നല്ലത്. ഇവിടെ നീങ്ങാം. മഴ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഒന്ന് ശമനം വന്നിട്ടുണ്ട്. ചെറിയ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. എന്താ അവസ്ഥ നോക്കാം. കട്ട വൈബായിക്കോട്ടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളി. സെറ്റൊക്കെ അവിടെ ബാക്കിയുള്ള ടീംസാ എല്ലാരും വന്നുകൊണ്ടിരിപ്പുണ്ട്. ഓരോരുത്തര് അവിടെ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നോക്കാം. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ചങ്ക് മുഹമ്മദ് ഷേം അർഷാദും കൂടി എത്തിയിട്ടുണ്ട്. ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന അർഷാദ് നമ്മുടെ ഗെറ്റ് ടുഗദർ കൂടാനായിട്ട് ഖത്തറിൽ നിന്ന് ഇന്ന് രാവിലെ എത്തിയ ആളാണ്. അപ്പോഴേക്കും ഹീനയൊക്കെ എത്തിയിട്ടുണ്ട്. ഹീനയുടെ സന്തോഷ പ്രകടനം കണ്ട നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ലാണ് ആ കാണുന്നത്. ഞങ്ങളുടെ ക്ലാസ് ലീഡറും അത്യാവശ്യം പഠിപ്പിസ്റ്റും ഒക്കെ ആയിരുന്നു ഈ കാണുന്ന ഹീന. എന്നിട്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ആളിറങ്ങി, ദുബായിൽ നിന്ന് ഇറങ്ങി, ഖത്തറിൽ നിന്ന് തമിഴ്നാട്, ചെന്നൈ, ദുബായ്, ഖത്തർ, ഗ്രൂപ്പിൽ വരൂലല്ലേ, ആലപ്പുഴ, എല്ലാ കോർണറിൽ നിന്നും ടീംസ് ഉണ്ട്. അവിടെ രൂപേഷിന് നമ്മള് പൊങ്കാലിടാനുള്ള രൂപേഷ് വിചാരിച്ച സംഭവം അങ്ങനെയാണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ച് ഏറ്റെടുത്ത് ചെയ്യണം. എനിക്ക് പേഴ്സണലി മറ്റുള്ളവരൊക്കെ കാണും റിയൂണിയൻ ചെയ്യുമ്പോ എനിക്ക് കൊതിയാവാറുണ്ട്. അവരുടെ റിയൂണിയൻ വേറെ ലെവലാണ്. രജേഷിന്റെ ഒക്കെ എത്ര വർഷങ്ങൾ മുമ്പ് ഇങ്ങനെ എനിക്ക് റിയൂണിയൻ പോകണം, എന്തായാലും പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതല്ല, നമ്മള് റീയൂണിയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെക്കണ നല്ലതാ. ഇയർലി ഒരു പ്രാവശ്യമെങ്കിലും വെക്കണ നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും ഇൻട്രസ്റ്റും നോക്കി നിൽക്കുന്ന നടക്കൂല. അപ്പൊ ഉള്ള ആളുകൾ വെച്ചിട്ട് നടത്താന്നുള്ളതാണ് വർക്കൗട്ട് ആവുള്ളൂ. ഇതിലിപ്പോ വരാൻ ലേശം ബുദ്ധിമുട്ടുള്ളതൊന്ന് ഹീനക്കാണ്.
പക്ഷെ അവളെത്തി. അല്ല ഇനി അടുത്തത് ഒരു പറഞ്ഞേ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് നടത്തണം ചോദിച്ചു. ഞാൻ പറഞ്ഞതായിട്ട് ഇപ്പൊ ഞാനുണ്ട്. എന്തിനാ ഇതിന് ഞാനുണ്ട്. എന്റെ കല്യാണം കഴിയണവരെ കല്യാണം കഴിയും പിന്നെ ഇതേപോലെ അതല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് എങ്ങനെയാന്ന് പറയാൻ പറ്റൂലല്ലോ. വരാത്തവർക്ക് കാണാലോ. ലൈഫിക്കൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവളൊക്കെ ഇങ്ങനെ ഓപ്പൺ മൈൻഡഡ് ആണ് നമ്മളെ. അല്ല ഇപ്പൊ ലൈഫിയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം. പിന്നെ ശരിക്കും പുറത്ത് നിൽക്കണേലും മിസ് ചെയ്യണത് ലൈഫ്. റീയൂണിനെ കുറിച്ച് നിന്റെ ഉള്ള എക്സ്പെക്ടേഷൻ ഒന്ന് പറഞ്ഞോളൂ. എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ? മെയിൻ ആയിട്ട് എനിക്ക് ഫ്രണ്ട്സിനെ കാണണം. അതാണ് മെയിൻ. പിന്നെ അവരൊക്കെ കണ്ട് സംസാരിച്ച് കണക്ഷൻ കൂട്ടണം. ഇത്ര വർഷങ്ങളായിട്ട് നിങ്ങളെല്ലാവരുമായിട്ട് കണക്ഷൻ ഒക്കെ വിട്ടുപോയത് വീണ്ടും കണക്ട് ആവണം എല്ലാവരുമായിട്ട്. ലൈഫ് ലോങ് ഇങ്ങനെ വേണം. എനിക്ക് പേഴ്സണലി എനിക്ക് തന്നെ സമയം കുറവാണ്. എനിക്ക് തന്നെ അറിയാം എനിക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഗ്രൂപ്പിൽ ഇരിക്കണം. ഒരു സമയം കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടും. എല്ലാം കിട്ടുമ്പോ ഞാൻ സമയം തരാം, എല്ലാം ചെയ്യാം. അതിപ്പോ ഏകദേശം എത്ര വർഷം പിടിക്കും? ഒരു 10 വർഷം കഴിഞ്ഞിട്ട്. കുഴപ്പമില്ല. കുട്ടികൾ ഒരു ഡിഗ്രി ഒക്കെ ആയിട്ടല്ലേ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും വേറെ നെക്സ്റ്റ് റിയൂണിയൻ വരെ ഞാൻ പ്ലാൻ ചെയ്യാമല്ലോ. ആ നെക്സ്റ്റ് റിയൂണിയൻ നിന്റെ നീ കണ്ടക്ട് ചെയ്താൽ മതി. ഞാൻ കണ്ടക്ട് ചെയ്യാം. അതാ ഏറ്റവും ബെസ്റ്റ്. അതിന്റെ സപ്പോർട്ടർ ഷിയാസ് ഉണ്ടാവും. ഷിയാസിന്റെ അഭിപ്രായം പറഞ്ഞാൽ സെറ്റാണ്. സെറ്റ് എനിക്ക് ഹർഷദ വന്ന ഒരുപാട് സർപ്രൈസും സന്തോഷമായി. നമുക്ക് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് സർപ്രൈസ് ആയില്ല. നമ്മള് ഹർഷദ വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. ഇത്രയും പോലും ഉണ്ടായിരുന്നില്ല. ഹർഷദായിട്ട് എനിക്ക് ലാസ്റ്റ് 10th നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ കീറിയ സംഭവത്തിന് ശേഷം പാര വെച്ചെടുത്ത ആൾക്കാരാണേ. ഞാൻ പാര വെച്ചു. നമ്മളത്ര ക്ലോസ് അല്ലായിരുന്നു തോന്നുന്നു. ഞാനതന്നെ പറയണേ. ഈ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാരും ആയിട്ട് ക്ലോസ് ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പേരായിട്ടും ഗ്രൂപ്പ് വന്ന പിന്നെയാണ് ക്ലോസ് ആയത്. നമുക്ക് അപ്പൊ ഫീൽ ചെയ്യണില്ല. 5 മിനിറ്റ് സ്കൂൾ ലൈഫില് നമ്മള് ഫ്യൂച്ചർ ആലോചിക്കണില്ല. ഒട്ടും ക്ലോസ് ആയിരുന്നു. ഇപ്പോഴും നാണം കണ്ടില്ലേ? അവന് ആ സമയത്ത് നോക്കി ഇങ്ങനെ വഴിമാറിക്കളെ. ഇവിടെ കണ്ടാണ് ലൊക്കേഷനാ ഇങ്ങോട്ട് വാടി പിശാചി ഇങ്ങോട്ട് നോക്കി. പിന്നെ 2 കുട്ടികളായി ഞാൻ വണ്ണം വെച്ചെന്ന് പറഞ്ഞു. വണ്ണം വെക്കണം ഞാൻ ഇത്ര ഇങ്ങനെ അവരിവിടെ അവരിനി ആവശ്യമില്ലല്ലോ. ഇനി പോവാൻ നേരത്തെ മതിയല്ല. അവരിനിപ്പോ ആവശ്യമില്ലല്ല. തിരിച്ചു പോവാൻ നേരത്തെ മതിയല്ല. എനിക്ക് ഞാൻ പ്രജേഷിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്റെ ഫ്രണ്ട്സ് കിട്ടിയാലും എനിക്ക് പിന്നെ നിങ്ങൾ കുടിച്ചതാ. എന്റെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് SLC കഴിഞ്ഞിട്ട് ഇപ്പളാ അല്ല നമ്മള് SLC കഴിഞ്ഞിട്ട് 1 വർഷം കൂടി കണ്ട്. ഞാൻ SLC കഴിഞ്ഞിട്ട് ഇപ്പഴാണ് തല അടിച്ചു വിളിക്കും. അവസാനം ശരിയല്ല. എനിക്ക് ടിപ്സ് തരും. ഞാൻ എന്തൊക്കെ പറയാകട്ടെ. അരുൺ ബായ് നല്ല വിശേഷം. യൂട്യൂബാണ്. ഖത്തർമോൻ സർപ്രൈസ് ആക്കി എത്താൻ നോക്കിയതാണ്.
അപ്പൊ ഞാൻ പിള്ളേരെ കാണാനുള്ള നമ്മളിത് പ്രോപ്പർട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ എന്താണ്, എന്താ വൈബ്? നല്ല വൈബ് തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആ ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിള്ളേര് എത്ര പേരാ? ഒരാള് ആ ആൺകുട്ടിയാ? ആൺകുട്ടിയല്ല. ആ സത്യം പറ, ചൂണ്ടെടുത്തറണ്ട? ചൂണ്ടെടുത്തറണ്ട? ഇതിലൊക്കെ ഇട്ട് ആൾക്കാർ തലയിൽ കുളിക്കും. ഇവിടെ നല്ല വൈബാണല്ലേ. ചെമ്മീൻ കെട്ടാന്ന്, ചുറ്റും ചെമ്മീൻ കെട്ട്. നൈസ് സ്ഥലം. സംഭവം പൊളിച്ച്. ബോട്ടാ ചോദിച്ചു നമ്മള് എടുത്തേക്കണ സ്പേസ് ഇതാണ്. ആ ഇവിടെയാണ് നമ്മുടെ സ്പേസ്. മോശാ എങ്ങനെ ഇഷ്ടപ്പെട്ടാ? സെറ്റല്ലേ? ആടി നോക്കടാ, പൊട്ടോ നോക്ക്. ആടി നോക്കടാ, ട്രയല്. നീ ആടി കഴിഞ്ഞാൽ എല്ലാവർക്കും ആടാൻ പറ്റും. അതാണ് ഇതില് കവറൊക്കെ റേഷൻ കടയിൽ പോയതാ. ഇത് ചിത്ര 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 എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഇന്ന് പിശാശെ പറയട്ടെ ഒരു കാര്യം. ഇന്ന് നമ്മളെല്ലാരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. പൊതുശല്യം എന്ന് പറഞ്ഞ പേര് മുദ്ര കുത്തിയിട്ട് പ്രീതേനെ ബാൻ ചെയ്യും. 2000 അരി കൊടുക്കാന്ന് പറഞ്ഞില്ലേ മുന്നേ? ഇല്ല, അത് തെളിവില്ലല്ലോ. ഇല്ല കണ്ട ഇതുകൊണ്ടില്ല, നമ്മളെ പരിപാടി ക്യാൻസൽ ചെയ്തില്ല. ഇവിടെ നോക്കി നമുക്ക് കൂടുതൽ പറയണ്ട. ജാസ്രങ്ങാണ്ടായിരുന്നു അതിന്റെ വിജയ്. അതുകൊണ്ട് നടക്കൂല. നിനക്ക് നിനക്ക് ഈ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. അഭിപ്രായം എന്ത് ഉദ്ദേശം? നമ്മളിപ്പോ കൂടി എന്താണ് ഫീല്? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. വളരെ പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. വളരെ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ അവൻ മാത്രം ഷിയാസിനെ മാത്രം നീ ഫോട്ടോ എടുത്തിട്ട് ഇവരാരും ഇല്ലാന്ന് പറയുന്നത്. പിന്നെ ഞാനെടുക്കുമ്പോ ഞാനായിരിക്കും ഏറ്റവും മുമ്പിൽ. ഞാൻ പറഞ്ഞു നിന്നെ മാത്രം കാണുന്നുള്ളൂ. പരാതി പറഞ്ഞ ആ അവളെയൊക്കെ കിട്ടിയിരുന്നു. എപ്പോ വരും? എടാ നിങ്ങളെ മിണ്ടാണ്ടിരിക്കും. ഇവളിന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഗേറ്റ് അടക്കുന്നു പറഞ്ഞുകൊണ്ട്. അടുത്ത ടീം എത്തിയിട്ടുണ്ട്. ഇവരെടുത്തിട്ടുണ്ടായില്ല. ഫസീലയുടെ മോള്. ഹായ്, എന്താ പേര്? ഫസീലയുടെ മോളല്ലേ നൗഫിയുടെ മോള. എന്താ പേര്? നിഹാല. പരിപാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ബോറിങ്. എന്തെങ്കിലും പറ. ബോറായിരിക്കും പ്രതീക്ഷയല്ലേ വരേണ്ടത്. നല്ലതാണ്. യൂട്യൂബിലൊന്നും വേണ്ട. പിന്നെന്താ ഈ പരിപാടിക്ക് എനിക്ക് വരണമെന്ന് താല്പര്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് പറയ്. താല്പര്യം ഉണ്ടായി. താല്പര്യം ഉണ്ടായിരുന്നതാ. എനിക്ക് ആഗ്രഹം നിങ്ങളൊക്കെ കാണാനായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു.
ബാക്കിയുള്ളവരും പിള്ളേരും ആരാണ് വിചാരിച്ചോളൂ. ആറാട്ടണ്ണന്റെ ഫാൻസാണ് അതല്ല എന്നോട് വൈദ്യുതി ഉപേക്ഷിനെ പ്രീതിനെ കാണണമെന്നായിരുന്നു. ഇവൾക്ക് ഓരോ കഥാപാത്രങ്ങൾ അറിയാൻ പറ്റൂലേ? എല്ലാരും മെസ്സേജ് ഒക്കെ കേൾക്കണായിരുന്നു. ആ പരിപാടിയാണെന്നറിയാമോ? നമ്മുടെ വോയിസ് മെസ്സേജ് കേൾക്കണ പരിപാടി. ഇവളല്ല ഇതൊന്നും കേൾക്കണം, വെറുതെ അല്ല. ഞാൻ കേൾക്കും, അത് കഴിഞ്ഞ് ഇവര് കേൾക്കും. നമ്മ എന്തൊക്കെയാ പറഞ്ഞത് ഇവരുടെ പണികളൊക്കെ തന്നെയാണ്. നീ അവിടുന്ന് വരുമ്പോഴേ ഹായ് ജാസിറ. ഹായ് 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 ഹായ്. ആദ്യം എവിടെയായിരുന്നു സ്കൂളിലായിരുന്നു? ഒരു ത്രില്ലടിച്ചിട്ട് രൂപേഷ് ഈ ദിവസം കാത്തിരുന്നത്. ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നതല്ല. ഈ എന്നെ കൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ എത്തിക്കാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട്. ഇതാക്കിനായി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദുബായ്, ഖത്തർ, ചെന്നൈ, ആലപ്പുഴ, ആലപ്പുഴ, പറവൂര്. എന്താണ് പറയൂ. അനിയൻ ചോദിക്കട്ടെ, ചോദിക്കട്ടെ. വാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പേരെന്താ നിന്നെ? പേര് അറിഞ്ഞൂടെ? എന്റെ പേരല്ല, നിന്റെ പേര് അറിയൂലേ? നിന്റെ പേര് അറിയൂലേ? നാണായിട്ടാ. നൈന. പെറ്റ് സൈക്കിൾ. മനസ്സിലായില്ല എന്താ? ആ ഓക്കെ ഓക്കെ. ആ ഈ വീഡിയോ ഇടുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോഴുള്ള കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. അനിയന്റെ പേരെന്താ? നൈന. നൈന അയാൻ. നൈന അയാൻ. അസ്ഹാർ. ബാക്കി വിളിച്ചാ? നമ്മുടെ കേക്ക് മേക്കർ ഫസീല സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. ഓ ചോക്ലേറ്റ് ആണോ? എന്താണ്? ടുഡേസ് മൊമെന്റ്സ് ആർ ടുമോറോസ് മെമ്മറീസ്. ഓ പൊളി. ഇത് മറ്റേ നമ്മുടെ ഓട്ടോഗ്രാഫിലുണ്ടായ ഡയലോഗാണല്ലോ. ടുഡേസ് മൊമെന്റ്സ്. എല്ലാരും ഫസീലാക്ക് വേണ്ടി ഒരു കയ്യടി കൊടുത്ത്. ഫസീല നമുക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നൊക്കെയാണ്. ഗ്രൂപ്പിലേക്ക് ഇറങ്ങോട്ടെ. എടുത്തോ. കാർന്നൂർക്ക് ആദ്യം കൊടുക്ക്. പ്രീത കാർന്നൂർക്ക് ആദ്യം കൊടുക്കണേ. അതിന് കത്തി ഉണ്ടോ? വലിയ പിള്ളേരാണുള്ളത്. ഞാൻ എടുത്തോളാടി. ഈ തലയിൽ എവിടെ റോസാപ്പൂ വെക്കാനാണ്? എടുത്തു നീ കൈ
അടിപിടി എനിക്കിട്ടില്ല. ആ ചുടുക്കിയത് അളിയന് വീഡിയോ അല്ല ഫോട്ടോ ഞാൻ നിർത്തി വെച്ചാൽ Ready, 1, 2, 3, smile പറയുമ്പോ സ്മൈൽ ചെയ്യണോട്ടാ. ഹായ് സ്മൈൽ. മാത്രം വന്നിട്ടുള്ളൂ. തിന്നാൻ തോന്നുന്നില്ല ഫുഡ് കഴിക്കാനുള്ള ചെറിയ കേക്ക് ഉണ്ടാക്കിയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ അവിടെ തള്ളി കൊടുക്കണത്. കേക്ക് കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെയൊക്കെ എത്ര പിള്ളേരുണ്ട്? ഇപ്പൊ രണ്ടല്ലേ? പിള്ളേരെ കൊണ്ടുവന്നേക്കണത് ഇപ്പൊ പിള്ളേരെ ഞാൻ വണ്ടി നമ്മുടെ ക്ലാസ് ലീഡർ ജീനു എത്തിയിട്ടുണ്ട്. എന്താണ് വന്നില്ലടാ? റിജോ നിന്നെ കാത്തുനിന്ന് വെയിറ്റ് ചെയ്ത് പോവാതെ റിജോ നമ്മുടെ ഫുഡായിട്ട് എത്തിയിട്ടുണ്ട്. റിജോ കുറച്ച് പരിപാടികളിലായിരുന്നു, അങ്ങനെ ലേറ്റ് ആയിരുന്നു. ആള് ഇപ്പൊ ഫുഡൊക്കെ ആയിട്ട് എത്തിയതാണ്. റിജോ ജാസിറാക്ക് പോണെന്ന് പറയണം. അപ്പൊ എന്തായാലും നമുക്ക് ഫാമിലിയൊക്കെ വെയിറ്റ് ചെയ്യണം. അവള് പോട്ടെ. ഓക്കെ, പിന്നെ കാണാം. അടിച്ചേ നൈന നൈന അടിച്ചേ. ഓക്കെ, ചാനൽ നോക്കിയാ മതി, വീഡിയോ കാണാം. അപ്പൊ വിടാല. രജിതേ ഉമേഷ ഫുഡ് വിളമ്പണ തിരക്കിലാണ്. ഉമേഷ സെറ്റല്ലേ? അൽഫാം മന്തി പിന്നെ നോർമൽ മന്തി എല്ലാം ഉണ്ട്. അതെ, ഇത് എടുക്കട്ടെ. റൈസാണോ? ഈ പറഞ്ഞ കൂട്ടത്തില് മറ്റേ ചിക്കനോടെ നോർമൽ ചിക്കനോടെ നോർമൽ ചിക്കനോടെ മണക്കൂസൊക്കെ ഉണ്ട് ഇവിടെ. മണക്കൂസ് എല്ലാം ഉണ്ട്. ഓ സീൻ. എല്ലാരും കഥ പറച്ചില്ലാണ്. എടീ പ്രീത, അങ്ങനെയല്ല അവരുണ്ട്. 1, 2, 3 അങ്ങനെയാണ്.
11 11 പുറത്തുണ്ടല്ലേ? കൊച്ചിനെ കൂട്ടിയല്ലേ പറഞ്ഞേ? അടിച്ചടിച്ച് എന്തൊരു അടിച്ച് അതിന്റെ പേര് പറഞ്ഞുപോയി. നിഹാല. ഓക്കെ അപ്പോ എല്ലാം ഭംഗിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ജാസറ വന്നിട്ട് പോയി. ഒച്ചേപ്പറ. ജാസറ വന്നിട്ട് പോയി. ആ, അപ്പൊ നമ്മളിപ്പോ ഫുഡ് ജാസിർ കഴിക്കാണ്ട് പോയത് വിഷമമായി. പോയത് വിഷമമുണ്ട്. കാരണം പക്ഷെ അവൾക്ക് ചെറിയ കുട്ടി വണ്ടിയിൽ വെയിറ്റ് ചെയ്യണം, അതുകൊണ്ടാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ കുട്ടി ചെറുതായപ്പോ നമുക്കൊന്നും പറയാൻ പറ്റൂല. കാരണം ബുദ്ധിമുട്ടാണ്. കുട്ടി അവൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവർ വണ്ടിയിൽ മറ്റേ മദറിലൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ഉള്ളത് വെച്ച് എന്തായാലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട്. നമുക്കപ്പോ ഇനിയിപ്പോ ഫുഡിലേക്ക് കിടക്കാം, ഭക്ഷണത്തിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഒരു അടുക്കള വിശേഷവും കുടുംബവിശേഷവും നാട്ടുവിശേഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴ കുറേ ടൈമായിട്ട് മഴ തന്നെ. എന്തായാലും നല്ല വൈബുണ്ട്. നല്ല രസമാണ് മഴ പെയ്തിട്ട്. ആകെ ഭൂമിയൊക്കെ നനഞ്ഞിടുന്ന് അടുത്തുള്ളിയൊക്കെ ഇങ്ങനെ വീഴാണ്. നല്ല രസമോ. ഫുള്ള് ചെമ്മീൻ കെട്ടാണ് ഇവിടെ. അടിപൊളിയാ. എങ്ങനുണ്ട്? സെറ്റാണോ? സെറ്റല്ലേ? റിജോ, അവരെപ്പോഴാ ഇറങ്ങണേ? ഹലോ ഹലോ, പോണ്ടേ? ഓക്കെ, അത് നിങ്ങളുടെ പോയിട്ട് വന്നാ നമുക്കിപ്പോ രജിതനെ ബസ് സ്റ്റോപ്പിലാക്കിട്ട് വരാം. ടൈം ലേറ്റ് ആണ്. രജിത പോവല്ലേ? ഇപ്പൊ അടുത്ത പ്രാവശ്യം കാണാം വിധി ഉണ്ടെങ്കിൽ. രജിതേനെ നമ്മള് കൊണ്ടുപോയി ആക്കാൻ പോണാണ് ബസ് സ്റ്റോപ്പിലേക്ക്. നമ്മളെ ശാളിയനും ഞാനും കൂടി ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി ഉഷാറായില്ലേ മോമശ? രൂപേഷിന് എന്തെങ്കിലും ചെയ്യണം. ടൈം പെട്ടെന്ന് കഴിഞ്ഞു പോയാലോ. വൈകുന്നേരമായി. എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയായി, സെറ്റായി, കിട്ടലിനായിട്ട് എല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് പിരിയാനുള്ള പരിപാടിയാണ്. മീനെ കണ്ടിട്ട് എങ്ങനെ തിന്നാൻ തോന്നുന്നത്? പാവങ്ങളല്ലേ, അതെ, നല്ല മസാലയൊക്കെ തേച്ച് വാഴയിലയില് പൊതിഞ്ഞ് പൊള്ളിച്ച് കഴിക്കുമ്പോ വല്ലാത്തൊരു വൈബാണ്. പാവ മീനാ. ഇവരെയൊക്കെ ഭൂമിയിൽ സൃഷ്ടിച്ചേക്കണത് നമുക്ക് കഴിക്കാനോ അല്ലേ? എന്താ അല്ലാണ്ട് ഇവര് പെറ്റുവരിക്ക് ഇതിനായിട്ട് എന്ത് കാണിക്കാനാണ്? സെൽഫി എടുക്കാന്ന് ഇപ്പൊ ഞാൻ വീഡിയോ
അപ്പൊ ഓക്കെ, നമ്മളെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് റിസോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ചെയ്യാനുള്ള പരിപാടിയാണ്. ജീന, അപ്പൊ ഓക്കെ പരിപാടികളുണ്ടോ അല്ലയാ? അപ്പൊ ഓക്കെ, ലവ് യു ലവ് യു ലവ് യു. ഓക്കെ മുത്ത. ഓക്കെടാ, ലവ് യു ഓൾ. ബൈ 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 ബൈ. ഓക്കെ ലവ് യു. അഭിനയിച്ച് ഓക്കെ ബൈ.